മഞ്ജിത് ദിവാകർ കഥയെഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് ദി സ്പോയിൽസ്. 1995-ൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന സംഭവത്തെ ഹൃദയസ്പർശിയായ തിരക്കഥയാക്കി തിരശ്ശീലയിൽ എത്തിക്കുന്നതിൽ മഞ്ജിത് ദിവാകർ വിജയിച്ചു എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. സ്വന്തം വീട്ടിൽ സ്വന്തം ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. എല്ലാവർക്കും അത് കിട്ടുമോ? നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത് ഒരു സുഖമല്ലേ? നമ്മുടെ മാളുവിന്റെ ഫ്ലാറ്റിൽ ഒരു വയസ്സിനെ കൊണ്ടുവന്നിട്ടില്ലേ? അതിന് നമുക്ക് അവരെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ആഫിയും കൂട്ടി ഒരു റിയൽ ലൈഫ് സ്റ്റോറി ചെയ്താലോ? ആരോരുമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പത്മരാജൻ എന്ന കഥാപാത്രം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആഫിയ, മാളവിക എന്ന മാലാഖ കുഞ്ഞുങ്ങൾ, ഇവരുടെ വിശപ്പ്, അവകാശം, സ്വാതന്ത്ര്യം, സ്നേഹം എന്നിവ കൂട്ടിയിണക്കി സമകാലിക പ്രസക്തിയോടെ പുറത്തിറക്കിയ ചിത്രം കാഴ്ചക്കാരിൽ ചിന്തകളും വേദനയും പ്രതിഷേധവും ഒക്കെ ജനിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. മാർച്ച് 1-ന് കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ ദി സ്പോയിൽസ് പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. പത്മരാജനായി എം.എ. റഹീം, മാളവികയായി പ്രീതി ക്രിസ്റ്റീന പോൾ, ആഫിയയായി അഞ്ജലി അമീർ എന്നിവരാണ് എത്തുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ആദ്യമായി മലയാള സിനിമയിൽ നായികയാകുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. സുനിൽ ജി ചെറുകടവ് എഴുതി സിബു സുകുമാരൻ സംഗീതം നൽകി ADGP ശ്രീജിത്ത് IPS ആലപിച്ച ഇതിലെ ഗാനം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. മാർബിൻ സ്റ്റുഡിയോയുടെ ബാനറിൽ M.A. റഹീം നിർമ്മിച്ച ദി സ്പോയിൽസ് ആര്യ ആദി ഇന്റർനാഷണൽ മൂവീസ് തിയേറ്ററുകളിൽ എത്തിക്കുന്നു. സതീഷ് കതിർവേൽ ഛായാഗ്രഹണവും വിജിലേഷ് KV എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് കടയ്ക്കൽ, കോ റൈറ്റർ അനന്തു ശിവൻ എന്നിവരും ചിത്രത്തിന്റെ പിറകിലുണ്ട്. നിരവധി പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ നൽകിയ ദി സ്പോയിൽസ് പൂർണ്ണമായും തിരുവനന്തപുരത്താണ് ചിത്രീകരണം നിർവഹിച്ചത്. കൊല്ലം ജില്ലയിൽ ജെറോം നഗറിലെ GMAX തിയേറ്ററിൽ സിനിമയുടെ ആഘോഷം സംഘടിപ്പിച്ചു. കൊയിലോൺ പുവർ ഹോം, SS സമിതി എന്നിവിടങ്ങളിലെ അന്തേവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കാളികളായി. ചിത്രത്തിന്റെ സഹസംവിധായകൻ TS സാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നടനും നിർമ്മാതാവുമായ M.A. റഹീം, പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് കടയ്ക്കൽ, നടി ശ്രുതിക സുരേഷ്, SS സമിതി മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവ്യർ, കൊയിലോൺ പുവർ ഹോം സൂപ്രണ്ട് K. വത്സലൻ, ഓഫീസ് അസിസ്റ്റന്റ് R. ബിന്ദു എന്നിവർ പങ്കെടുത്തു. നമസ്കാരം, എൻ്റെ പേര് M.A. റഹീം. ഞാനാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസറും ഇതിലെ പ്രധാന കഥാപാത്രമായ പത്മരാജൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ മഞ്ജിത്തായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഈ കഥയെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ നാടകത്തിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിനയ ക്ലാസ്സുകളിൽ പോയോ എനിക്കൊന്നും പരിചയമില്ലായിരുന്നു. ഞാൻ ആശങ്ക അദ്ദേഹത്തോട് പങ്കുവെച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ വലിയൊരു റിസ്ക് ആണ് എന്നെനിക്ക് മനസ്സിലായിട്ട് ഞാൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സാറിൽ ഞാൻ പത്മരാജനെ കാണുന്നുണ്ട്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഒരുമാതിരി നീതി പുലർത്തിയ കഥാപാത്രം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു കഥയാണ് ദി സ്പോയിൽസ്. സ്പോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റായി കളയുക. അത് ആഹാരമായാലും ജീവിതമായാലും. ജീവിതത്തിൽ എന്തൊക്കെ വേസ്റ്റ് ആവുന്നു, ജീവിതം വേസ്റ്റായി പോകുന്നുണ്ട്. അത് ആഹാരത്തിലായാലും ജീവിതത്തിലായാലും വേസ്റ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള മുഖങ്ങളാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. ഹലോ, ഞാൻ ശ്രുതിക. സ്പോയിൽസിൽ എനിക്കൊരു വേഷം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഒരു സിനിമ ആരെങ്കിലുമൊക്കെ ഇറക്കണ്ടേ. മഞ്ജു സാറിന് എൻ്റെ വലിയൊരു നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇതിൽ പല ജീവിതങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയും നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും ഒപ്പിയെടുത്തിട്ടുള്ള കഥകളൊക്കെയും തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ എന്ന് മനസ്സിലാക്കുന്നോ അപ്പോഴായിരിക്കും നമ്മുടെ ഈ നാട് സ്വർഗം ആവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്പോയിൽസ് കാണുക. വളരെ നന്ദി. സിനിമ ഞാൻ കണ്ടു. വളരെ മനോഹരമായിരിക്കുന്നു. അതിൻ്റെ ഓരോ ഫ്രെയിമുകളും ആക്ടേഴ്സും തിരക്കഥ വളരെ മനോഹരമായിട്ടുണ്ട്. നമസ്കാരം. ദി സ്പോയിൽസ് എന്ന സിനിമ കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സംരംഭം ഇവിടെ ഈ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഇത്രയും അന്തേവാസികൾക്ക് ഇങ്ങനൊരു സിനിമ കാണിക്കാൻ അവസരം തന്ന സാറിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ സിനിമ.
ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളെ സ്ഥാപനത്തിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നതും അവരിൽ നിന്ന് ഞങ്ങൾ കാണുന്നതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നുള്ളത്. തിരുവനന്തപുരം ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 9ാം വാർഡ് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അവിടെ അസുഖക്കാരായിട്ട് പ്രവേശിപ്പിക്കുന്ന അമ്മമാരൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ മക്കൾ ഉപേക്ഷിച്ചു പോവുകയും അവർക്ക് തിരിച്ചു പോകാനൊരു ഇടമില്ലാത്തതുമാണ്. വളരെ നല്ലൊരു മൂവിയാണ്. ഞാനും എൻ്റെ മോളുമായിട്ടാണ് വന്നത്. ഇങ്ങനെ ആരുമില്ലാത്ത കുറേ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു മൂവി ചെയ്ത ഈ ടീമിനോട് വളരെയധികം നല്ലൊരു താങ്ക്സ്. പിന്നെന്താ, ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.